2026 ഏപ്രിൽ 3-ാം വാരത്തോടുകൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസ് ഇത്തവണ എന്ത് വില കൊടുത്തും അധികാരം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഭാഗമായി താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി 100 സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകരുന്ന തരത്തിൽ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട സർവേ ഫലത്തിൽ പറയുന്നത് കേരളത്തിലെ 50% ആളുകൾക്കിടയിലും ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇത്തവണ 33% വോട്ട് നേടി UDF അധികാരത്തിലേക്ക് കടന്നു വരും. തൊട്ട് പിന്നിൽ 29%-ത്തിലധികം വോട്ട് മാത്രമാണ് ഇടതുമുന്നണിക്ക് ലഭിക്കുക. 19% വോട്ട് NDAക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ നടത്തിയ സർവേയിൽ പറയുന്നത്. ആ സർവേ മാറാനും സാധ്യതയുണ്ട് എന്ന് ആ സ്വകാര്യ ടെലിവിഷൻ ചാനൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് വേണ്ടി ആളുകൾ കാത് കൂർപ്പിച്ചു കാത്തിരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് എന്തൊക്കെയാണ് കരുതി വെച്ചത്? കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ആ 100 എന്ന മാന്ത്രിക സംഖ്യ പിന്നിടാൻ ഏതെല്ലാം തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് രംഗത്തിറക്കാൻ പോകുന്നത്? വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. എന്താണ് ഇത്തവണ കോൺഗ്രസിന്റെ ലക്ഷ്യം? കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളോട് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ കേരളത്തിലെ വോട്ടർമാരോട് എന്തു പറഞ്ഞാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആയുധമായി മാറില്ലേ? അതോടൊപ്പം തന്നെ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇത്തവണ വോട്ടായി മാറില്ലേ? അതോടൊപ്പം തന്നെ ആ ഭരണവിരുദ്ധ വികാരത്തിൽ കൈകാലിട്ടടിക്കുന്ന CPM-ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള പഴുത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുമോ? ഇനി കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു പഴുത് കൊടുക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുൻപാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിച്ചത്. ആ ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന പോലെ ഇടതുമുന്നണി ഒരുപാട് പിന്നിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒരു പഴുത് കേരളത്തിലെ സമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ വോട്ടർമാർ അല്ലെങ്കിൽ ജനങ്ങൾ നൽകുമായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ ക്ഷേമ പെൻഷനൊക്കെ കൂട്ടി എന്താണ് ഈ പറയുന്ന പോലെ ഇടതുമുന്നണിക്ക് വീണ്ടും പഴയ പോലെ തന്നെ കോട്ടകളൊക്കെ നിലനിർത്താൻ കഴിയുമായിരുന്നു എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷനൊക്കെ വർദ്ധിപ്പിച്ചത്. പക്ഷെ അവിടെയൊക്കെയും LDF പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ പറയുന്ന പോലെ അവിടെയും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ പറയുന്ന പോലെ കഴിഞ്ഞ 10 വർഷം നമുക്കറിയാം, കേരളം സാധാരണ രീതിയിൽ വർഷങ്ങളായി 5 വർഷം ഒരു മുന്നണി ഭരിക്കും, അടുത്ത 5 വർഷം അടുത്ത മുന്നണി, അങ്ങനെയായിരുന്നു. അതിൽ നിന്നൊരു വ്യത്യാസം വന്നുകൊണ്ടാണ് ചേർത്തുകൊണ്ട് ഇടതുമുന്നണി 10 വർഷം അല്ലെങ്കിൽ 2 ടേം ഭരിക്കുന്നത്. അങ്ങനെ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരമുണ്ട്. എല്ലാ മേഖലയും സർക്കാർ കുത്തഴിഞ്ഞു അല്ലെങ്കിൽ എല്ലാ മേഖലയും സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് പൊതുജനത്തിനറിയാം. ഇതിനൊക്കെ അപ്പുറം ശബരിമല സ്വർണ്ണക്കൊള്ള വലിയൊരു വിഷയം തന്നെയാണ്. ഇതിനു മുൻപും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി, നവോത്ഥാനം എന്ന് പറഞ്ഞ സ്ത്രീകളെ കയറ്റി, അതിന് തൊട്ടു പിന്നാലെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ ഇടതുമുന്നണി പരാജയപ്പെടുകയാണ്, ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോഴും അതുപോലെ ഒരു പശ്ചാത്തലമാണ്. ശബരിമലയാണ്, വിശ്വാസികളാണ്, അയ്യപ്പനാണ്, അത്തരം വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ നിൽക്കുന്നു. മറുവശത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിട്ട് അല്ലെങ്കിൽ ഈ എന്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഉൾക്കൊള്ളുന്നില്ല, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഇനി അതൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 3.5 മാസം കൊണ്ട് ഇതൊക്കെ എങ്ങനെ മറിക്കും, അല്ലെങ്കിൽ എന്ത് മാജിക് കാണിച്ചാണ് ഇനി ഇടതുമുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നൊരു ചോദ്യമാണ്. ഈ പറയുന്ന പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള പ്രതികളായിട്ട് അറസ്റ്റ് ചെയ്ത പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കളായ പത്മകുമാറിനെ തള്ളിപ്പറയാത്തത് എന്ത് എന്നൊരു ചോദ്യമുണ്ട്. CPM പുതിയൊരു പദ്ധതിയുമായി വീട് വീടാന്തരം കയറുമ്പോൾ CPM-ന് ഉത്തരം മുട്ടുന്ന ഒരുപാട് ചോദ്യങ്ങൾ പൊതുജനത്തിന് ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയാത്തത്, സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ അടക്കം തള്ളിപ്പറയാത്തത്, ആരോഗ്യ മേഖലയിൽ ഉണ്ടായ തകർച്ച, വിദ്യാഭ്യാസ മേഖല, ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാനുണ്ടായ കാരണം, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കും. ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായിട്ടും വർഗീയ പരാമർശങ്ങൾ നടത്തി കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തെല്ലിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി ഒപ്പം നിർത്തുന്നു. വെള്ളാപ്പള്ളി പോട്ടെ, അത് SNDP-യുടെ നേതാവാണ് എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. ഈ പറയുന്ന AK ബാലനും സജി ചെറിയാനും വർഗീയ പരാമർശങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും മിണ്ടാതെ മൗനമേ അതിന് സപ്പോർട്ട് ചെയ്യുന്നെല്ലാം കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ അതെല്ലാം കോൺഗ്രസിനും UDF-നും അനുകൂലമാകും. ഈ പറയുന്ന പോലെ ഒരു സർവേ അല്ല, പുറത്തു വന്ന എല്ലാ സർവേകളും കോൺഗ്രസിനും അല്ലെങ്കിൽ UDF-നും തന്നെയാണ് മുൻതൂക്കം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പറയുന്ന പോലെ ഇനിയിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നത് UDF എന്ന് പറയുന്ന ടീം UDF-ന് അപ്പുറത്തേക്ക് ജനങ്ങളുമായി ഒരുപാട് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തികഞ്ഞ പാർട്ടി പ്രവർത്തകരാകണമെന്നില്ല സ്ഥാനാർത്ഥികൾ. ജനങ്ങളുമായി നല്ല ബന്ധമുള്ള എഴുത്തുകാർ, അങ്ങനെയുള്ളവർക്കും സാധ്യത നൽകും. കാര്യം കേരളത്തിന്റെ മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനം ആഗ്രഹിക്കുന്നത്
പറയുന്നത് ഏത് വിധേനയും ഈ പിണറായി ഭരണം ഒന്ന് അവസാനിപ്പിച്ച് ഈ പറയുന്ന പോലെ ഒരു UDF-ന്റെ ഭരണം വരണമെന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ മണ്ണ് എന്ന് പറയുന്നത് ഇപ്പൊ UDF-ന് അനുകൂലമാണ്. തീർച്ചയായും കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കും. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്ന കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ കൃത്യമായ യുവത്വത്തിന് പ്രാതിനിധ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും കോൺഗ്രസ് പുറത്തിറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ അടക്കം കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന കൊയിലാണ്ടി പോലെയുള്ള സീറ്റുകളിൽ യുവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിന് ജയിച്ചു കയറാൻ കഴിയും. അത്തരത്തിലുള്ള മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ലല്ലോ, കോൺഗ്രസിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു ഐക്യമുണ്ടായിരുന്നു. ആ ഐക്യത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 100 എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ കോൺഗ്രസിന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലേ കേരളത്തിൽ? തീർച്ചയായും അത്തരത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃനിര പ്രതീക്ഷിക്കുന്നത്. അതിന് നമുക്ക് സ്ഥാനാർത്ഥികളുടെ ഒരു രൂപരേഖയൊക്കെ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ജാതി മത എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കാൻ പോകുന്നത്. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി വരും. ഇപ്പോൾ നമ്മൾ ആ മണ്ഡലങ്ങളുടെ പേരും സ്ഥാനാർത്ഥികളുടെ പേരും ഒന്നും പരസ്യപ്പെടുത്തുന്നില്ല. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എന്തായാലും വിവിധ മണ്ഡലങ്ങളിൽ ജനവിധി തേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാനം പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടികയുണ്ടാകും. പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികൾ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പരിണിത പ്രജ്ഞർ മത്സരിക്കാൻ ഇറങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മുതൽക്കൂട്ടാകും. കാരണം കോഴിക്കോട് ജില്ലയിൽ വർഷങ്ങളായി കോൺഗ്രസ് ജയിക്കാതിരിക്കുന്ന നാദാപുരം, കൊയിലാണ്ടി പോലെയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് നേടുക മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇത്തവണ കോൺഗ്രസ് രംഗത്തിറക്കിയാൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് ആ മണ്ഡലം, അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തോടൊപ്പം തൊട്ടപ്പുറവും ഇപ്പുറവുമുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ ജയിപ്പിക്കാൻ കഴിയും. കാരണം അദ്ദേഹം നിരവധിയായ പദവികൾ പാർട്ടിയിലും പാർലമെന്റ് രംഗത്തും വഹിച്ചിട്ടും അഴിമതിയുടെ കറ പുരളാത്ത ഒരു നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതുവരെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും കഴിയില്ല. അത്രത്തോളം രാഷ്ട്രീയത്തിൽ പരിശുദ്ധിയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന മുല്ലപ്പള്ളിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഒരു സംശയവും വേണ്ട, ആ മണ്ഡലം മാത്രമല്ല ആ ജില്ലയിലാകെ ഓളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തെ പോലെയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എല്ലാ തലത്തിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മുന്നോട്ട് പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരം, ശബരിമല സ്വർണ്ണക്കൊള്ള, മറ്റു കാര്യങ്ങളെല്ലാം ചർച്ചയാവുകയാണ്. ആ ചർച്ചയാവുന്ന വേളകളിൽ അത് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് എൻബ്ലോക്കായി UDF-നും കോൺഗ്രസിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് മാത്രമല്ല 10 വർഷമായി കേരളം ഭരണവിരുദ്ധ വികാരത്തിൽ അലയടിക്കുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം, കേരളത്തിൽ നിന്ന് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കാനഡ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണെന്ന വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ പ്രവൃത്തി കൊണ്ട് കാണിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ. അതോടൊപ്പം തന്നെ കേരളത്തിലെ കർഷകരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. തകർന്ന് തരിപ്പണമായ വിദ്യാഭ്യാസ മേഖല, ആന കയറിയ പിഞ്ഞാണക്കട പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കേരളത്തിന്റെ സമാനതകളില്ലാത്ത അഴിമതി ആരോപണമില്ലാത്ത ഒരു വകുപ്പ് പോലുമില്ല. ആരോഗ്യ വകുപ്പ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് കാര്യക്ഷമമായി ആരോഗ്യ മേഖലയിൽ ഇടപെടാൻ കഴിയില്ല. ഇത്തരത്തിൽ സർവ മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരിനെതിരായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കും. അത് അലയടിക്കുമ്പോൾ കോൺഗ്രസിനും UDF-നും മുതൽക്കൂട്ടായി 100 സീറ്റുമായി ഇത്തവണ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസവും അവകാശവാദവും.